ഹലോ, അസ്സാം വലൈക്കും. അങ്ങനെ നമ്മൾ കുത്തബ് മിനാർ പോയി എന്നല്ല, ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ. വഴിയാണിത്. എല്ലാവരും ക്യൂവിൽ നിൽക്കേണ്ട. ഉഷിനെയാണ് നിർത്തിയത്. ഉഷിന് എപ്പോഴും ഫോണാണ്. അങ്ങനെ ഇവരൊക്കെ എങ്ങനെ പറയണേ നോക്കി ഞാൻ ആകാംക്ഷയോടെ ഓരോരുത്തരുടെ ബാക്കിൽ നിൽക്കുക കേട്ടോ. അയാളുടെ ഊഴം കഴിഞ്ഞിട്ട് ഞാനും ഹിന്ദിയിൽ തന്നെ പറഞ്ഞു 2 ടിക്കറ്റ് എന്ന്. എനിക്ക് ഹിന്ദി പഠിഞ്ഞോന്ന് എനിക്ക് മനസ്സിലായി. കണ്ടല്ലോ, ടിക്കറ്റ് വാങ്ങിയിട്ട് വരുന്ന ഭാഗമാണിത് കേട്ടോ. പക്ഷെ ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ക്യൂവിൽ ഈ ടിക്കറ്റ് കാണിച്ചെടുത്തു. ടിക്കറ്റ് എന്ന് വെച്ചാൽ ഒരു കോയിനാണ്, കണ്ടല്ലേ, ഈ കോയിനാണ് ടിക്കറ്റ്. ഇത് കാണിച്ചാലേ ആ ഒരു ചക്രം തിരിയുള്ളൂ, നമ്മളകത്തേക്ക് കയറേണ്ടത്. മാഷാ അല്ലാ, എന്താ ഇപ്പോൾ ഈ കാണുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എന്താ ഒരു ഭംഗി, എന്താ ഈ ലോകം അല്ലേ. ഇവിടുത്തെ ഓരോ ഭാഗങ്ങളും ഓരോ ലോകങ്ങളാണല്ലോ. എന്ത് ഭംഗി, എത്ര ഇതിനെ വർണ്ണിക്കണ്ടേന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും കണ്ടോ, കുത്തബ് മിനാർ തലയെടുപ്പോടുകൂടെ നിൽക്കണു. നമ്മളെ ലോകത്തിൽ പിന്നെ ഒരു എന്താണെന്ന് പറയുക, ഇടം നേടിയൊരു ഭാഗമാണ് കുത്തബ് മിനാർ അല്ലേ. എന്താ ഇത്, ഏത് ഭാഗത്ത് കൂടെ കയറേണ്ടതെന്ന് തന്നെ അറിയണില്ലടോ. ഇതൊക്കെ മരത്തിൻ്റെ കേട്ടോ, ഈ കയറിന പടിയൊക്കെ. ഇതുണ്ടോ, കൽത്തൂണൊക്കെ കണ്ടില്ലേ നിങ്ങളെ? ഈ തൂണിലൊക്കെ ചിത്രപ്പണികളുണ്ടേ. എന്താ ഇതൊക്കെയില്ലേ, മാഷാ അല്ലാ. ഇതുണ്ടത് ആരുടെ ഖബറാന്നാവും. പിന്നെ എന്താ ഇത്, എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. വേഗം സെൽഫി എടുക്കണം ഉഷിനെ വെച്ചിട്ട്. എത്ര തരം ആളുകളാണെടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇരുമ്പ് അയൺ കൊണ്ട് ഉണ്ടാക്കിയ തൂണാണിത് കേട്ടോ. പിന്നെ എനിക്ക് അത്യാവശ്യം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഒരു ക്വാളിഫിക്കേഷനൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് വായിക്കാനും അർത്ഥമൊക്കെ അറിയും. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പുറമൊക്കെ എന്താണ്, വെള്ളത്തിൻ്റെ ഒരു കെട്ടാന്ന് തോന്നുന്നു. അതാണ് ഈ പാലം ഇവിടെ നടുക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ കുത്തബ് മിനാറിൻ്റെ ചോട്ടിലെത്തി. എൻ്റെ ഉഷിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. ഉഷിനെ അറിയില്ല ഞാൻ ഇവിടെ സെൽഫി എടുക്കുന്നുണ്ടെന്ന്. ഇതുണ്ടോ, മാഷാ അല്ലാ, ശരിക്കും ഇതാ കുത്തബ് മിനാർ കണ്ടില്ലേ. അറബിയുടെ എഴുത്തുകളൊക്കെ ഉണ്ട്, അറബിയിൽ എഴുത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കിയ ആളെ സമ്മതിക്കണം നമ്മളല്ലേ. എന്ത് ഭംഗിയാണെടോ. എന്തായാലും ഞാൻ പിന്നെയും പറയണു, കാണാൻ പറ്റാത്തവർക്കൊക്കെ ഇത് കാണാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത് അനീറ്റ ആലീസ്, ഇവരെ ഞാൻ പരിചയപ്പെട്ട കേട്ടോ. ഞാൻ സെൽഫി എടുക്കണ കണ്ടപ്പോൾ, ഇത് വീഡിയോ എടുക്കണ കണ്ടപ്പോഴേ അവർ എൻ്റെ കൂടെ നിന്നു. അങ്ങനെ അവർ പോയി. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അങ്ങനെ ഓരോരുത്തരെ ഞാൻ പരിചയപ്പെടണു, സംസാരിക്കണു ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ എത്രയോ മലയാളികളുണ്ട് ഇവിടെ കേട്ടോ. നമ്മൾ മലയാളികളില്ലാത്ത ഭാഗമല്ലല്ലോ. ഉഷി പറഞ്ഞു ഈ പോയിട്ടോ, ഞാൻ അവിടെ ഇരിക്കാമെന്ന്. ഉഷി എന്താ വരുന്നില്ല, ഫോണുകൊണ്ട് അവിടെ എന്നും ഫോണാണ്. അപ്പം പിന്നെ ഞാൻ വേഗം ഓടി, എൻ്റെ ഫോണുകൊണ്ട് വേഗം ഓടി, കിട്ടിയ ചാൻസ്. പിന്നെ ഇതൊക്കെ ഓരോ ഭാഗങ്ങൾ നോക്കാം. എന്താ ഭംഗിയില്ലേ. ഇത് എന്തിൻ്റെയൊക്കെയോ ഓർമ്മകളാണിത്. ഇതൊക്കെ എന്താണ്, ഓർമ്മകളായിട്ട് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ബാക്കി എന്നൊക്കെ പറയൂലേ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴേ പുറത്ത് പച്ച വിരിച്ച ഗാർഡനാണ് കാണുന്നത് കേട്ടോ. പുല്ലൊക്കെ നല്ല പരിപാലിക്കുന്നുണ്ട്, ഒന്നും വൃത്തികേടാവാതെ. അതിന് തന്നെ നമ്മൾ നല്ലൊരു സല്യൂട്ട് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പല ഭാഷ, പല ദേശം, അതായത് ജാതി മതഭേദമന്യേ, എന്തൊന്നടേ ഈശാഴ ഞാൻ വന്ന് പറയണത്. ജാതി മതഭേദമന്യേ ആളുകൾ എന്താ പറയുക, വന്നും പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. കണ്ണാനൊക്കെ ഇവിടെ ആർക്കും ആരെയും ഭയമില്ല. ഞാൻ പറഞ്ഞില്ലേ, ആർക്കും ആരെയും നോക്കാൻ നേരമില്ല. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ അണ്ണാനാണെങ്കിൽ നമ്മളെ കാണുമ്പോഴേക്കും തെങ്ങിൻ്റെ മുകളിൽ ഓടിപ്പോയി ഒളിച്ചിട്ടുണ്ടാവും. എടാ എന്ത് ഭംഗിയാണല്ലേ നോക്കാം. ഓരോ ഭാഗങ്ങൾ ഇത് അവസാനിക്കണില്ല. ഈ കൽത്തൂണും ഈ കല്ലുകൊണ്ട് കെട്ടിയ ഈ ഇതുകളൊന്നും അവസാനിക്കണില്ല. ഇതുണ്ടോ, ഇതിൻ്റെ പുറകിൽ കൂടെ പോയാൽ വീണ്ടും ഇങ്ങനെ തന്നെ കാണുന്നത്. ഇത് ഞാൻ വിചാരിച്ചു ഇത്ര മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, ഇതിൻ്റെ പുറകിലും ഇതന്നെയാണ് അവസ്ഥ. അപ്പോൾ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. പക്ഷേ ഏത് ഭാഗത്ത് പോയാലും അവിടെയൊക്കെ ആളുകൾ തിങ്ങി വിങ്ങി നിൽക്കണ കാണാനും പറ്റും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കുത്തബ് മിനാറിൻ്റെ പുറകു വശമാണ് ഇതെന്ന് തോന്നുന്നു. ഈ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങിയപ്പോഴാണ് ഈ മസ്ജിദ് കാണുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അവിടെയൊക്കെ ആളുകളുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ പുറകിൽ മണ്ണും ഈ മരത്തിൻ്റെ താഴത്തെ തറ പോലും എന്താണ് കല്ലുകൊണ്ടാണ് കെട്ടിപ്പടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുണ്ട് എല്ലായിടത്തും കൂടി ഈ കല്ലുകൊണ്ട് പണിതതിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ ബാക്കി നിൽക്കുന്നുണ്ട്.
ഇതെങ്ങനെ പൊളിഞ്ഞു പോയതെന്നുള്ളൂ അറിയാത്തത്. എന്തായാലും ഒന്ന് വിശദമായിട്ടൊന്ന് പഠിച്ചു നോക്കണം. എവിടുന്ന് നോക്കിയാലും തലയെടുപ്പോട് കൂടിയിട്ട് നമുക്ക് കുത്തബ് മീനാറിനെ കാണാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, നടപ്പാതെയൊക്കെ കല്ലുകൊണ്ട് പാകിയിട്ട് ഗാർഡനും എല്ലായിടത്തും നിന്നിട്ട് എല്ലാവരും സെൽഫി എടുക്കണു, ഫോട്ടോസ് എടുക്കണു, വീഡിയോസ് എടുക്കണു, അയച്ചു കൊടുക്കണു, വീഡിയോ കോൾ ചെയ്യണു. കാണുന്നുണ്ടോ നിങ്ങൾ? ഇതുതന്നെയാണ് അവസ്ഥ. പക്ഷേ എല്ലാവരുടെ കൂടെയും എല്ലാവരും ഉണ്ട്. എൻ്റെ കൂടെ മാത്രമാണ് ആരുമില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോയും സെൽഫിയൊക്കെ എടുത്ത് പോകണത്. എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഈ ഭാര്യയുടെ ഷൂവിൻ്റെ ലേസ് കഴിഞ്ഞപ്പോൾ ആ ഭർത്താവ് ഷൂവിൻ്റെ ലേസ് കെട്ടിക്കൊടുക്കുകയാണ്. എൻ്റെ ഉഷിത എവിടെ പോയി കിടക്കുകയെന്ന് ഞാൻ അപ്പം ഇങ്ങനെ ആലോചിച്ച് നിന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് ഇങ്ങനെ പോയി. അപ്പോൾ 18-ാം പടി കയറിയിട്ട് വേണം കുത്തബ് മീനാറിൻ്റെ ഫ്രണ്ടിലേക്ക് വരാൻ. ഇതൊക്കെ മരത്തിൻ്റെ പലകയുണ്ടാക്കിയ പടിയാണ്ടോ, കണ്ടില്ലേ? വീണ്ടും ഞാൻ സെൽഫി എടുത്തു. വേറെ പണിയൊന്നുമില്ലേ, നോക്കണോടത്തൊക്കെ ഈ കൽത്തൂണാണ്. അതിൻ്റെ ഇടയിൽ വിഷയം കണ്ട് പറഞ്ഞു എൻ്റെ ഒരു വീഡിയോ എടുക്കുമെന്ന്. അങ്ങനെ എടുത്താണ് ഞാൻ ഈ നടന്നു പോണതൊക്കെ കേട്ടോ. ഇവിടെ ഇപ്പോൾ ഡാൻസാ കളിക്കണ്ടേ പാട്ടാ പാടണ്ടേന്ന് അറിയാത്തൊരവസ്ഥയാണ് എനിക്ക്. കണ്ടിട്ടും മതിയാവണില്ലേ. എത്ര വർണ്ണിച്ചാലും മതിയാവണില്ല. ഓരോ ഭാഗത്തും ഓരോരോ ഖബറുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ആരുടെയൊന്നും അറിയണില്ല, ഒന്നും അറിയണില്ല. എന്തായാലും ശരി, എല്ലാം ഞാൻ വീഡിയോ പകർത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇരുന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. എവിടുന്ന് നോക്കിയാലും കുത്തബ് മീനാറിനെ കാണാൻ പറ്റും. അതല്ലേ ഏറ്റവും വലിയ രസം. കാരണം ഞാൻ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ പട്ടികയിൽ കയറിയൊരു ഇതാണത് കുത്തബ് മീനാർ അല്ലേ. പിന്നെ ഇത് കുത്തബ് മീനാറിൻ്റെ ഈ സൈഡിൽ കൂടെ പോയാലും ആ മസ്ജിദ് കാണാം കേട്ടോ. ഇതൊക്കെ പ്രയറിൻ്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കണം, ഞാൻ അറിയില്ല, ഐ ഡോണ്ട് നോ. എന്തായാലും ഓരോ ഭാഗത്തും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇന്നതാണെന്നൊക്കെ. കണ്ടോ, വർഷവും ഇതൊക്കെ അവിടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് നല്ല ഒരു വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് എനിക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റണില്ല. എന്തായാലും ശരി, ഞാൻ വീണ്ടും ആത്മാർത്ഥമായിട്ട് പറയണു, കാണാൻ പറ്റാത്തവർക്കൊക്കെ ഇത് കാണാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന്. ഇത് മസ്ജിദിൻ്റെ അകം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഖബറുണ്ട്, കണ്ടില്ലേ? കണ്ടോ ഇടോ, ഇത് പണിത ആളൊക്കെ എങ്ങനെയെന്നറിയാം, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റണില്ല. എന്താലേ ഈ കെട്ടിടങ്ങൾ, ഇതിൻ്റെ ഭംഗിയും. ഇത് ഞാൻ പറയണതിനേക്കാൾ നിങ്ങൾ കണ്ടാലുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു മനസ്സിലാവുക. കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. കാരണം ഇത് കാണാത്തവർ അപൂർവമായിരിക്കും അല്ലേ. എന്തായാലും ശരി, കുത്തബ് മീനാറിനോട് വിട പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് തിരിച്ചിട്ട്. പിന്നെ ഇതിൻ്റെ ഈ പള്ളിയുടെ പുറകിൽ നിന്ന് നോക്കിയാലും ഗാർഡനാണ് കാണണേ. അവിടുന്ന് എല്ലാവരും സെൽഫി എടുക്കണു, ഫോട്ടോ എടുക്കണു, വീഡിയോ എടുക്കണു. എവിടെ നോക്കിയാലും തലങ്ങും വിലങ്ങും ഈ തൂണുകളാണ്. ആ തൂണിലൊക്കെ കൊത്തി വെച്ചിക്കണു, എഴുതി വെച്ചിക്കണു. കണ്ടില്ലേ? അല്ലെങ്കിൽ ഗാർഡന്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ മരത്തിൻ്റെ തൂണുകൾ, ഓരോ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ എല്ലാം കല്ലുകൊണ്ടാണ്. അതാണ് എൻ്റെ അത്ഭുതം. വെറും കല്ല്. അതാ മൈന. സുരേഷ് തിരിഞ്ഞു നോക്കി, മുറ്റത്തൊരു മൈന. അതുപോലെ ഉണ്ട് ആ മൈനകൾ. എന്തായാലും 2 കണ്ടത്. അപ്പോൾ സന്തോഷം എന്നാണ് ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ കേട്ടിരുന്നത്. എൻ്റെ അന്ധവിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. കണ്ടോ, ഇതിലേക്കുള്ള വഴികളും കാര്യങ്ങളും അതിൻ്റെ അകത്തൊക്കെ വിശകലനം ചെയ്തിട്ടാണ് ആ ബോർഡിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാ ഇവിടെ ഒരു ഖബർ. ഞാൻ പറഞ്ഞില്ലേ, ചുറ്റും ഇടയിൽ കൂടെ ഒക്കെ ഓരോ ഖബറുകളുണ്ട്. അത് ആരുടെയെന്നൊന്നും അറിയുന്നില്ല, എഴുതി വെച്ചിട്ടുണ്ട് സംഭവം എന്താണെങ്കിലും. പിന്നെ എന്നെപ്പോലെ വിവരമുള്ള ആൾക്കാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ. എന്തായാലും ഉഷിനെ കണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടി വലിയ ആളായിട്ട് സെൽഫി എടുക്കണ പോലെയൊക്കെ അഭിനയിക്കുകയാണ് ശരിക്കും കേട്ടോ. അഭിനയമാണത്, അത് ശരിക്കും. പിന്നെ കാരണം ഉഷിനെ മൈൻഡ് ചെയ്യണില്ലടോ. ഫോൺ കൊണ്ട് എവിടെയെങ്കിലും പോയിണ്ടിരിക്കും. പിന്നെ ഞാൻ പിന്നെ എൻ്റെ യൂട്യൂബിൽ ഇടേണ്ട വിചാരിച്ചിട്ട് വേഗം വീഡിയോസ് എടുക്കുകയാണ് ഞാൻ തന്നെ. അപ്പോൾ ഉഷിനൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല. എന്തായാലും പുറത്ത് പോവാണ് കേട്ടോ. പുറത്ത് പോണ വഴിയാണിത്. കോയിൻസ് തിരിച്ചു കൊടുത്തിട്ട് വേണം പുറത്ത് പോകാൻ. അപ്പോൾ ഇത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ട്, കാണാത്തവർക്കൊക്കെ കാണാൻ പറ്റണേന്ന്. 2 ഇരട്ട കുട്ടികളൊക്കെ. എന്തായാലും ശരി, കോയിൻസ് നമ്മൾ പൈസ ഒരു കൂട്ടുന്ന പാത്രമില്ലേ, അങ്ങനത്തെ മാതിരി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം ആ കോയിൻസ്. തിരിച്ച് പോവാൻ കേട്ടോ. അപ്പം മറക്കണ്ട, ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ആരും. അപ്പോൾ ഓക്കെ, ടാറ്റാ, സീ യു, ബൈ. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ.